ഓം നമ ശിവായ. ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം നിലനിർത്തുന്നതിൽ ഗൃഹനാഥയായ സ്ത്രീക്ക് സുപ്രധാനമായ പങ്കുണ്ട്. സ്ത്രീയുടെ പോസിറ്റീവ് ഊർജവും ചിട്ടയായ അനുഷ്ഠാനങ്ങളും ഭർത്താവിൻ്റെ കർമ്മരംഗത്തെ വിജയത്തെയും അതുവഴി കുടുംബത്തിൻ്റെ ധനപരമായ ഉന്നമനത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നു. ഈ രഹസ്യവിധി നമ്മുടെ പൂർവികന്മാർ കൈമാറി വന്നതും പൗർണമി ലക്ഷ്മി കർമ്മം എന്നറിയപ്പെടുന്നതുമായ വളരെ ലളിതമായ ഒരു വസ്ത്രശുദ്ധീകരണ സങ്കല്പവിധിയാണ്. ഈ കർമ്മം ചെയ്യാനുള്ള ഏറ്റവും ഉചിതമായ സമയം പൗർണമി നാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയോ ആണ്. ഇനി ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭർത്താവ് സ്ഥിരമായി ധരിക്കുന്ന ഒരു വസ്ത്രം ഇതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ശുദ്ധജലം വേണം, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ ഐശ്വര്യത്തെ ആകർഷിക്കാനാണ് ചെയ്യുന്നത്. അതുപോലെ കല്ലുപ്പ് നെഗറ്റീവ് ഊർജത്തെ നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. അതുപോലെ ഒരു നുള്ളു ഏലക്കാപ്പൊടി. ഈ ഏലക്ക പൊടിച്ചത് ഭാഗ്യത്തെയും മധുരമായ ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇനി കർമ്മം ചെയ്യേണ്ട രീതി എന്താണെന്ന്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ ശുദ്ധജലം എടുക്കുക. ഈ വെള്ളത്തിലേക്ക് കല്ലുപ്പ്, മഞ്ഞൾ, ഏലക്കായ പൊടി എന്നിവ ചേർക്കുക. നിങ്ങളുടെ കൈകൾ ഈ വെള്ളത്തിൽ സ്പർശിച്ച് ഭർത്താവിൻ്റെ ജോലിയോ കച്ചവടമോ ഏറ്റവും മികച്ച രീതിയിൽ വിജയിക്കട്ടെ എന്നും വീട്ടിൽ ധനം നിറയട്ടെ എന്നും സങ്കല്പിക്കുക. ഈ ജലത്തിൽ ലക്ഷ്മി ദേവിയുടെയും വിഷ്ണുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഇപ്പോൾ ഭർത്താവിൻ്റെ വസ്ത്രം ഈ മഞ്ഞളും ഉപ്പും ഏലവും ചേർത്ത വെള്ളത്തിൽ മുക്കി പതുക്കെ കഴുകുക. വസ്ത്രം കേടാകാത്ത രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളവസ്ത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മഞ്ഞൾപ്പൊടി പൂർണ്ണമായും ഒഴിവാക്കുക. മഞ്ഞളിൻ്റെ ധർമ്മം ഈ കർമ്മത്തിൽ നിറവേറ്റാൻ അതിനു പകരമായി മറ്റ് ശുഭകരമായ വസ്തുക്കൾ ചേർക്കാം. മഞ്ഞൾ നമ്മൾ ചേർക്കുന്നത് ഐശ്വര്യ ആകർഷണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു നുള്ളു പച്ചക്കർപ്പൂരം പൊടിച്ചത് ചേർക്കാം. അത് ഐശ്വര്യത്തെ ആകർഷിക്കുന്ന ശക്തമായ ദ്രവ്യമാണ്. കൂടാതെ വസ്ത്രത്തിന് നിറമാറ്റം ഉണ്ടാവുകയുമില്ല. ശുഭകരമായ ഒരു സുഗന്ധം നൽകാൻ ഒരു തുള്ളി റോസ് വാട്ടർ ചേർത്താലും മതിയാകും. കഴുകുന്ന സമയത്ത് മനസ്സിലൊരു മന്ത്രം ആവർത്തിക്കുക. എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഈ വസ്ത്രം ശുദ്ധീകരിക്കുന്നു. ഈ വസ്ത്രം ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ തടസ്സങ്ങളും നീങ്ങി സമ്പത്ത് ആകർഷിക്കപ്പെടുന്നു. വസ്ത്രം വെള്ളത്തിൽ നിന്ന് എടുത്ത് പിഴിയാതെ തണലിൽ ഉണങ്ങാൻ ഇടുക. സൂര്യപ്രകാശത്തിൽ നേരിട്ട് ഉണക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഭർത്താവ് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഭാര്യ പോസിറ്റീവ് ഊർജ്ജം നിറക്കുമ്പോൾ ഭർത്താവ് എവിടെ പോയാലും ആ ഊർജ്ജ സംരക്ഷണം കൂടെയുണ്ടാകും. ഏലക്കായ പൊടിച്ചത് ദാമ്പത്യ ബന്ധത്തിൽ മാധുര്യവും ധനപരമായ ആകർഷണവും ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഈ കർമ്മം സ്ഥിരമായി, അതായത് പ്രത്യേകിച്ച് പൗർണമി ദിവസങ്ങളിലെല്ലാം അനുഷ്ഠിക്കുമ്പോൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ അത്ഭുതകരമായ സ്ഥിരതയും വളർച്ചയും കാണാൻ സാധിക്കും. ഈ വിധി വിശ്വാസത്തോടെ അനുഷ്ഠിക്കുന്ന ഓരോ ഭാര്യയും ഭർത്താവിന് വേണ്ടി ധനം ആകർഷിക്കുന്ന ഒരു അദൃശ്യ ശക്തി കേന്ദ്രമായിട്ട് മാറുന്നു. അങ്ങനെ കുടുംബ സൗഭാഗ്യത്തിനും ഭർത്താവിൻ്റെ ധനപരമായ ഉന്നമനത്തിനും വേണ്ടി സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ശക്തിയുള്ളതും എന്നാൽ ലളിതവുമായ ഈ വസ്ത്രശുദ്ധീകരണ സങ്കല്പവിധി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കർമ്മം കേവലം ഒരാചാരമല്ല, മറിച്ച് ഭാര്യയുടെ സ്നേഹവും പോസിറ്റീവ് സങ്കല്പവും ഭർത്താവിൻ്റെ കർമ്മരംഗത്തെ വിജയത്തിനായി പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന ഒരു ഊർജ്ജബന്ധനമാണ്. കല്ലുപ്പിലൂടെ ദോഷങ്ങൾ നീങ്ങുമ്പോഴും മഞ്ഞളിലൂടെയോ പച്ചക്കർപ്പൂരത്തിലൂടെയോ ഐശ്വര്യം ആകർഷിക്കപ്പെടുമ്പോഴും ഏലത്തിലൂടെ ദാമ്പത്യ സൗഭാഗ്യം ദൃഢമാകുമ്പോഴും ഈ വിധി പൂർണ്ണമാകുന്നു. ഈ ശുഭകരമായ ചിട്ടവിശ്വാസത്തോടെയും നിഷ്ഠയോടെ പാലിക്കുന്ന ഓരോ ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനായി പ്രവർത്തിക്കുന്ന അദൃശ്യ ശക്തി കേന്ദ്രമായി മാറുന്നു. നിങ്ങളുടെ സ്നേഹം തന്നെയാണ് എല്ലാ സൗഭാഗ്യങ്ങളുടെയും താക്കോൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കണം. അതിൽ നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.